അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. ഏറെ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആദ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്തുൽ അൻകബൂത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രബോധനവും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങളുടെ ആരാധ്യന്മാരായി നിങ്ങൾ കണക്കാക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ വെടിയണം, അവക്ക് ഒരു ഉപകാരമോ ഉപദ്രവം തടുക്കുവാനുള്ള കഴിവോ ഇല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തോട് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ ശിക്ഷിക്കുവാൻ അവർ തയ്യാറാവുകയാണ്. അവരുടെ ആരാധ്യരെ നിന്ദിച്ച, അവരെ ഉത്തരം മുട്ടിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ശിക്ഷിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഉപ്പ പോലും സഹായിയായി ആ ജനതയുടെ കൂടെ നിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോനെ കത്തിച്ച് കളയാൻ എല്ലാവരും പ്ലാൻ ചെയ്യുമ്പോൾ വാപ്പ അതിന് സപ്പോർട്ടായി നിന്നു കൊടുക്കുക. മക്കളുടെ രോഗം മാറുവാൻ ആ തീക്കുണ്ടാരത്തിലേക്ക് വിറകിനെ സ്ത്രീകൾ നേർച്ച ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും കൂടി വലിയ തീക്കുണ്ടാരം ഒരുക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോയി ഇടാൻ സാധിക്കില്ല, കാരണം അത്രയും വലിയ തീക്കുണ്ടാരാണ്. തീക്കുണ്ടാരത്തിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വലിച്ചെറിയുക ചെയ്തത്, ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല തീയിനോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ, നീ ഇബ്രാഹീമിന് തണുപ്പും ശാന്തിയുമായി നീ മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടാണ് തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. ബന്ധിച്ച ചങ്ങലകൾ ഉരുകിപ്പോയി. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു രോമത്തിന് പോലും ഒന്നും ഏൽക്കാതെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നത്. ഇത് കണ്ട ആ സമൂഹത്തിൻ്റെ പ്രതികരണം, ഒരു ശക്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയ, നേരിൽ കണ്ണുകൊണ്ട് മനസ്സിലാക്കിയ, അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ അവർ, എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന കാര്യം ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറായില്ല. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടതിനു ശേഷം തൻ്റെ ജനതയോട് പറയാണ്, വഖാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നമത്തഖത്തും അഥവാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉറ്റ ചങ്ങാതിയായി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുക്കുക, സ്വീകരിക്കുക എന്നതിന് അറബി ഭാഷയിൽ ഇത്തഖദ എന്നാണ് പ്രയോഗിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയാണ്, ഇന്നമത്തഖത്തും, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, ഔസാനൻ, വിഗ്രഹങ്ങളെ, അഥവാ അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ആരാധ്യന്മാരായി സ്വീകരിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മവദ്ദത ബൈനിക്കും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടി,
നിങ്ങളുടെ ഇടയിൽ സ്നേഹം നിലനിൽക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? നിങ്ങളെല്ലാവരും ഒരേ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ ഒരുപോലെയാണ്, നിങ്ങളെല്ലാവരും ഒരേ മാർഗത്തിലാണ് എന്ന കാരണത്താലാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ആ വിഗ്രഹങ്ങളെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം അതോടുകൂടി ഇല്ലാതായി മാറും. അഥവാ നിങ്ങളുടെ ഇടയിൽ സ്നേഹം നിൽക്കുവാനുള്ള കാരണം നിങ്ങൾ സ്വീകരിച്ച ആരാധ്യന്മാരാണ്. ഫിൽ ഹയാത്തി ദുന്യ, ഈ ദുനിയാവിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പൊതുവായ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. അഥവാ സത്യം മനസ്സിലാക്കിയിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഒരു മനസ്സ് കാണിക്കാത്തത് എന്നതിൻ്റെ ഒരു കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അഥവാ അവർ തമ്മിൽ സ്നേഹബന്ധം നിലനിൽക്കണം എന്ന ലക്ഷ്യത്തിലാണ് പലപ്പോഴും സത്യം മനസ്സിലായാലും ആ സത്യം സ്വീകരിക്കുവാൻ ഒരു വിമുഖത ആളുകൾ കാണിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടെ സ്നേഹിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ഈ സ്നേഹം ഇല്ലാതാകുന്ന ഒരു ദിവസം വരാനുണ്ട്. സുമ്മ യൗമൽ ഖിയാമ, ശേഷം അന്ത്യനാളിൽ യക്ഫുറു, നിഷേധിക്കുന്നതാണ്, ബഅദുക്കും, നിങ്ങളിൽ ചിലർ, ബിബഅദിൻ, മറ്റു ചിലരെ, വയൽഅനു, ശപിക്കുന്നതാണ്, ബഅദുക്കും, നിങ്ങളിൽ ചിലർ, ബഅദൻ, ചിലരെ. അഥവാ നിങ്ങൾ ഇവിടുന്ന് വലിയ സ്നേഹമുള്ളവരാണല്ലോ, പക്ഷേ ആ സ്നേഹം ഇല്ലാതാകുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ അന്ത്യനാളിലെത്തിയാൽ നിങ്ങൾ പരസ്പരം ശപിക്കുന്നവരായിരിക്കും, പരസ്പരം വെറുക്കുന്നവരായിരിക്കും. വമഅ്വാകുമുന്നാർ, പരസ്പരം ശപിച്ചിട്ടോ വെറുത്തിട്ടോ കാര്യമില്ല, എല്ലാവരുടെയും സങ്കേതം എവിടെയാണ്? നരകമായിരിക്കും. വമാലക്കും മിൻ നാസിരീൻ, ഒരിക്കലും തന്നെ ഒരു സഹായിയും നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുകയില്ല, നിങ്ങൾക്കൊരു സഹായിയും പരലോകത്ത് ഉണ്ടാവുകയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൊത്തിവെക്കേണ്ട ആയത്താണിത്. ദുനിയാവിന് വേണ്ടി, ദുനിയാവിലെ ആത്മബന്ധങ്ങൾക്ക് വേണ്ടി ആഖിറം വേണ്ടെന്ന് വെച്ചാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. ദുനിയാവിലെ ജോലിക്കാവട്ടെ, ബന്ധത്തിനാവട്ടെ, അതുപോലെ തന്നെ പദവികൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദുനിയാവിൽ വെച്ച് ഒഴിവാക്കിയാൽ ആഖിറത്തിൽ അത് മുഖേന നഷ്ടമായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ചരിത്രത്തിൽ വലിയ ഗുണപാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തി, ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഭവിക്കുകയുണ്ടായി. മുഅ്ജിസത്തുകൾ നടന്നു. എന്തൊക്കെയാണ്? മുഅ്ജിസത്ത് ആർക്കൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് ഖുർആൻ വലിയ മുഅ്ജിസത്താണ്. യാസീൻ, ഖുർആൻ മുഅ്ജിസത്താണ്. മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവതരിച്ചാൽ ഏതെങ്കിലും ആളെ കൊണ്ട് അത് എഴുതിപ്പിക്കും, എന്നിട്ട് കഅബമ കൊണ്ടേ കെട്ടി തൂക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കൗസർ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ആളുകൾ, ഒരുപാട് പേർ ഖുർആൻ കേട്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. വേറെ ചന്ദ്രൻ പിളർന്നത്, ഷഫീഖ, ചന്ദ്രൻ പിളർന്നത്. ശത്രുക്കൾ പറയാണ്, മുഹമ്മദെ നിന്നിൽ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പോയി ചന്ദ്രനെ പിളർത്തി കാണിച്ചാട്ട് ഇന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, എന്തായാലും മുഹമ്മദ് നബിക്ക് കഴിയൂല, അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് അത് പിളർത്തി തരാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓല അത് പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പിളർത്തി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഭവിച്ചത് ഈ മക്കയിലെ മുശ്രിക്കുകൾ കാണുകയാണ്. അബൂജഹലും കണ്ടതാണ്, കണ്ണുകൊണ്ട് കണ്ടു. അബൂജഹലിന് അറിയാമായിരുന്നു ഇത് സത്യമാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നവർക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്തായിരുന്നു അവരെ തടുത്തു നിർത്താനുള്ള കാരണം? ഇസ്ലാം സ്വീകരിക്കുവാൻ അവരെ തടുത്തു നിർത്തിയ കാരണം ദുനിയാവിൽ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക്
അത് മുഖേന ഉണ്ടാകും എന്നതുകൊണ്ടാണ്. അബൂജഹലിനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, അബൂജഹൽ എന്താണ് മുഹമ്മദിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? രഹസ്യമായ ചർച്ചയാണ്. അല്ല, അബൂജഹൽ പറയുന്നുണ്ട്, എനിക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയില്ല. കാരണം അദ്ദേഹം ഞാൻ ബനു മഖ്സൂമുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദു മനാഫിൽപ്പെട്ട ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ടവനാണ്. ബനു ഹാഷിമുകാർ, അബ്ദു മനാഫിൻ്റെ കുടുംബക്കാർ എന്ത് നന്മകൾ ചെയ്താലും അതുപോലെ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് അബ്ദു മനാഫുകാർ 100 ഒട്ടകങ്ങളെ അറുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്കും അതുപോലെ 100 ഒട്ടകങ്ങളെ അറുക്കുവാൻ സാധിക്കും. അതിനുള്ള തോക്കത്ത് നമ്മളെ കയ്യിലുണ്ട്. എന്തവർ ദുനിയാവിൽ എന്തു ചെയ്താലും അതുപോലെ നമുക്ക് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനേക്കാളും ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അവരെങ്ങാനും ഞങ്ങളിൽ വഹി ഇറങ്ങുന്ന ഒരു പ്രവാചകനുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം വെക്കാൻ വേറെ ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല. ഈ അഹങ്കാരം കാരണമാണ് ദുനിയാവിൽ അത് ഗോത്രമഹിമക്ക് പ്രശ്നമാണ് എന്ന കാരണം കൊണ്ടാണ് അബൂജഹൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. മദീനയിൽ പോയപ്പോൾ മദീനയിലെത്തിയ 1-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിസിറ്റ് ചെയ്യുവാൻ, സന്ദർശിക്കുവാൻ ജൂതന്മാർ പോയി. സൊഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. മഹദിയുടെ ഉപ്പയായ ഹുയയ് ബിൻ അഖ്തബ് എന്ന് പറയുന്ന മനുഷ്യനാണ് ആ ജൂതന്മാരുടെ നേതാവ്, മദീനയിലെ ജൂതന്മാരുടെ നേതാവ്. 3 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ദിവസം രാത്രിക്ക് രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി സന്ദർശിക്കുകയാണ്. സഫിയ റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിരാശനായിക്കൊണ്ടാണ് എൻ്റെ ഉപ്പ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഉപ്പയുടെ കൂടെയുള്ള മനുഷ്യൻ ഉപ്പാനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മുഹമ്മദിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? ഹുയയ് ഇബ്നു അഖ്തബ് പറഞ്ഞു, പ്രവാചകനാണ് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളെന്താ പ്രതീക്ഷിച്ചിരുന്നത്? നമ്മളെ കൂട്ടത്തു നിന്ന് നബി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അറബികളിൽ നിന്നാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മതിക്കുകയില്ല. അവരുടെ ഇടയിൽ നിന്ന് പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കാത്തതിൻ്റെ പേരിൽ ദീന് വേണ്ടെന്ന് വെച്ചതാണ്. ദുനിയാവിന് വേണ്ടി ദീനിനെ വേണ്ടെന്ന് വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത്തരം ആളുകൾ അന്ത്യനാളിൽ യക്ഫുറു ബഅദുകും ബിബഅദിൻ, പരസ്പരം നിഷേധിക്കുന്നവരായിരിക്കും. വയൽഅനു ബഅദുകും ബഅദ, പരസ്പരം ശപിക്കുന്നവരായിരിക്കും. വമഅവാകുമുന്നാർ, അവരുടെ ഒന്നാകെയുള്ള സങ്കേതം അത് നരകമായിരിക്കും. വമാലക്കും മിൻ നാസിരീൻ, അവരെ രക്ഷിക്കുവാൻ ഒരു സഹായിയും അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ ചില ഫിത്നകൾ വരാനുണ്ട്. ആ ഫിത്നകൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ, നിങ്ങൾ നന്മകൾ ധാരാളമായി നിങ്ങൾ ചെയ്യണം. അവസാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കുഫർ അധികരിക്കുന്നതാണ്. മുസ്ലിമായ മനുഷ്യർ കാഫിറാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുവാനുള്ള അവസാന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിഷേധം കാണിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. യബീഉ ദീനഹു ബിഅറളി മിനദ് ദുനിയ, ദുനിയാവിലെ ചില ചരക്കുകൾക്ക് വേണ്ടി, ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്ന സമ്പ്രദായം ആളുകൾക്കിടയിൽ വന്നാൽ ആളുകളിൽ കുഫർ വ്യാപകമാകും. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. മുൻകാലഘട്ടത്തിലെ സത്യനിഷേധികൾക്ക് പറ്റിയ പാളിച്ചെന്താണ്? അവരുടെ അധികാരം പോകുമെന്ന് ഭയപ്പെട്ടു, അവരുടെ ഗോത്രമഹിമക്ക് കോട്ടം തട്ടും എന്നവർ ഭയപ്പെട്ടു. ഇങ്ങനെയുള്ള ഭയപ്പാടുകളാണ് സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ പലപ്പോഴും തടുത്തു നിർത്തിയത്. അവർ അതിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവരായിരുന്നു. അള്ളാഹുവെ വേണ്ടെന്ന് വെക്കുന്നതിൽ അവർ പരസ്പരം സ്നേഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു,
അൽ അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവുൻ ഇല്ലൽ മുത്തഖീൻ. പരസ്പരം സ്നേഹിക്കുന്ന ഈ ദുനിയാവിലെ നല്ല ചങ്ങാതിമാരുണ്ടാവുമല്ലോ, അവരൊക്കെ ആഖിറത്തിലെത്തിയാൽ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴിച്ച്. ദുനിയാവിൽ ഇസ്ലാമിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ അവർ ആഖിറത്തിലെത്തിയാലും പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന് വേണ്ടി ദീന് വിൽക്കുന്നതിനെ വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയി അവിടുത്തെ യഹൂദന്മാരോട് പറയാണ്, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ഒരിക്കലും തന്നെ യഹൂദന്മാരിൽ നിന്ന് ആദ്യമായി നിഷേധം കാണിക്കുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കേവലം പണത്തിനു വേണ്ടി, കേവലം സമ്പത്തിനു വേണ്ടി, കേവലം ദുനിയാവിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും വിൽക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവരെ താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിനാണ് എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ, ദീനിനനുസരിച്ച് നമ്മൾ ദുനിയാവിൽ നടന്നതിൻ്റെ പേരിൽ വല്ല നഷ്ടവും നമുക്ക് സംഭവിക്കുകയാണ് എങ്കിൽ നമ്മൾ സഹിക്കുക. അതിനു പകരമായി അള്ളാഹു സുബ്ഹാനഹു, അടുത്ത ആയത്തിൽ അതാ വരാനുള്ളത്, അതിനു പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ അർത്ഥവും വിശദീകരണവുമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാ ഒന്ന് ഓതുക ആയത്ത്? ഇപ്പം അടുത്ത ആയത്ത്. ഖാലത്ത് ഖത്ത് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. നിങ്ങളുടെ പേരെന്തേന്? അബ്ദുൽ കബീർ. ഓക്കെ, അതാണ് ആ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു, തിരിച്ചു വന്നു. ആളുകൾ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പ്രബോധനം നടത്തി. ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത ആയത്തിൽ പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തിൽ ഫആമന ലഹു ലൂത്ത്. ഫആമന, ആമന പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു, ലഹു അദ്ദേഹത്തെ, അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശ്വസിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ചു. ആരാണ് ലൂത്ത് നബി? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദര പുത്രനാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഥവാ ലൂത്ത് നബിയുടെ അമ്മോന ആരാണ്? അമ്മാണ്, പിതൃ സഹോദരനാണ്, എളാപ്പ മൂത്താപ്പ ബന്ധം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഉണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തിൽ ആകെ ഇസ്ലാം സ്വീകരിച്ചത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. സമൂഹത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ സമൂഹം എന്ന് പലപ്പോഴും പരിചയപ്പെടുത്തുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കാറുള്ളത് പുരുഷന്മാരെയാണ്. അപ്പോൾ പുരുഷന്മാരിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം കൊണ്ട് സ്വീകരിച്ചതാരാ? ഫആമന ലഹു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രം. അപ്പോൾ നമ്മൾ പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ പ്രബോധനം കൊണ്ട് എത്ര പേർ സ്വീകരിക്കുന്നു എന്നതല്ല, നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റണം. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജ് കൊണ്ടുപോയപ്പോൾ ഒരുപാട് പ്രവാചകന്മാരെ കാണിക്കപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ അവരുടെ അനുയായികളായി ഒരു മനുഷ്യനും കാണാൻ സാധിച്ചില്ല. അഥവാ ചില പ്രവാചകന്മാരുണ്ട്, അവർ പ്രബോധനം നടത്തിയിട്ട് ഒരു കുട്ടിയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മാതൃക. നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റുക. ഇപ്പോൾ ഒരു ഫോണിൽ ഒരു പ്രസംഗം വന്നു, നമ്മളത് കേട്ടു, നല്ല പ്രസംഗമാണെന്ന് മനസ്സിലായി, അത് ഷെയർ ചെയ്യുക,
നമുക്ക് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ല. ആളുകൾ അത് കാണുന്നുണ്ടോ, ആളുകൾ അത് മുഖേന നമ്മളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നന്മകൾ പ്രബോധനം ചെയ്യുന്നതിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മളും പങ്കാളികളാകണം എന്ന് നമ്മൾ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഫആമന ലഹു ലൂത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ചു. എന്നിട്ടോ വഖാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഇന്നി തീർച്ചയായും ഞാൻ, മുഹാജിറുൻ ഞാൻ ഹിജറ ചെയ്യുകയാണ്, എൻ്റെ നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്, ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക്, എൻ്റെ റബ്ബ് നിർദ്ദേശിച്ചത് പ്രകാരം എൻ്റെ നാട് വിട്ട് വീട് വിട്ട് ഞാൻ പോവുകയാണ്. ഇന്നഹു തീർച്ചയായും അല്ലാഹു ഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും യുക്തിമാനുമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരെവിടെയായിരുന്നു? ഇറാഖിലായിരുന്നു. ഇറാഖിൽ നിന്ന് അവർ ഷാമിലേക്ക് രണ്ടുപേരും താമസം മാറ്റുകയാണ്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. കുടുംബം പോയി, നാട് പോയി, വീട് പോയി, അവിടെ ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തത്? ദീനിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം നാട് ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ചൊക്കെ പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പോയവരെ ഒരിക്കലും കൈയൊഴികയില്ല. അതാണ് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വവഹബ്നാ ലഹു ഇസ്ഹാഖ വ യാഖൂബ്. ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പോയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനു പകരമായി ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സന്താനമായി നൽകി. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഇനി യാക്കൂബ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരും എന്ന സന്തോഷ വാർത്ത ചേർത്തും നൽകി എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ ആയത്ത് ഫആമന ലഹു ലൂത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ചു. ആമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ചു. വഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാനിതാ എൻ്റെ റബ്ബിലേക്ക് ഹിജറ ചെയ്യുകയാണ്. ഇന്നഹു ഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും യുക്തിമാനുമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് പോയപ്പോൾ വഹബന, വഹബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണേനാണ് പറയുക, സമ്മാനം കൊടുക്കണേനാണ്. ഹിബത്തൊക്കെ അതിൽ നിന്നുണ്ടായതാണ്. ഹിബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം എന്നാണ്. അപ്പോൾ വഹബന, വഹബ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. വഹബന നാം കൊടുത്തു, ലഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം കൊടുത്തു, ഇസ്ഹാഖ, ഇസ്ഹാഖിനെ കൊടുത്തു സന്താനമായി, വ യാക്കൂബ, യാക്കൂബിനെയും കൊടുത്തു, വ ജഅൽന, ജഅല എന്ന് പറഞ്ഞാൽ എന്താ? ആക്കുക എന്നാണ് അർത്ഥം. വ ജഅൽന നാം ആക്കി, ഫീ ദുർരിയത്തിഹി, എവിടെ ആക്കിയത്? ദുർരിയത്തിഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നാം ആക്കുകയും ചെയ്തു അന്നുബൂവത, പ്രവാചകത്വം. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം വന്ന പ്രവാചകന്മാരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയിൽ, ആ ഒരു പരമ്പരയിൽ വന്നവരാണ്. വൽ കിതാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവാചകന്മാർക്കാണ് സാധാരണ വേദഗ്രന്ഥം ഇറങ്ങാറുള്ളത്. ഏതൊക്കെ വേദഗ്രന്ഥങ്ങൾ അറിയാം? ഖുർആന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തൗറാത്ത് ആർക്കാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇഞ്ചീൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സബൂർ ആർക്കാ? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ യാസീൻ. പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ, ഇബ്രാഹിം നബിക്ക് എന്താ? ഒരു വേദഗ്രന്ഥമായിട്ട് പലപ്പോഴും എണ്ണാറുണ്ട്. സുഹഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഏടുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത്. അപ്പോൾ പ്രവാചകന്മാർക്കാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിലാണ്
പ്രവാചകന്മാർ പിന്നീടൊക്കെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആവുമല്ലോ സ്വാഭാവികമായിട്ടും വേദഗ്രന്ഥങ്ങൾ കിട്ടുക. ശേഷം വന്ന വേദഗ്രന്ഥങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗത്തിന് പിൻബലം കൊടുത്തുകൊണ്ടാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും വന്നത്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. എല്ലാ വേദഗ്രന്ഥങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം ഏതൊക്കെ വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടോ അതിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചിരുന്നു എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇനി വആതൈനാഹു അജ്റഹു. വആതൈനാഹു എന്താ അർത്ഥം? ആത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക. നാം കൊടുത്തു. ഹു അവരെങ്ങനെയാണ്? ഹും ആവണ്ട, അവരാവണമെങ്കിൽ അതെ. വആതൈനാഹു നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കൊടുത്തു അജ്റഹു. എന്താ കൊടുത്ത്? പ്രതിഫലം, അദ്ദേഹത്തിൻ്റെ പ്രതിഫലം. അജ്ർ എന്ന് പറഞ്ഞ പ്രതിഫലം, അജ്റഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രതിഫലം ദുനിയാവിൽ വെച്ച് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ജീവിച്ചു വഫാത്തായതാണ്. ഇന്നും നമ്മൾ നമ്മുടെ നമസ്കാരങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ ഓർക്കുന്നു. നബി സല്ലല്ലാഹു 6 തവണ വിശുദ്ധ ഖുർആനിൽ മില്ലത്തു ഇബ്രാഹിം എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരിന് പുറമെ മില്ലത്തു ഇബ്രാഹിം എന്ന് 6 തവണ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാ മതക്കാർക്കും സ്വീകാര്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. യഹൂദന്മാർ പറഞ്ഞു ഞങ്ങളാണ് ഇബ്രാഹിം നബിൻ്റെ ആൾക്കാർ. ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ല ഞങ്ങളാണ്. മുസ്ലിമീങ്ങൾ പറഞ്ഞു അല്ല ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിന്തുടർച്ചക്കാർ. അപ്പോൾ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സ്വന്തം നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നൽകി. മനസ്സിലാക്കേണ്ട ആയത്താണ്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ മാറ്റിവെച്ചോ അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദുനിയാവിൽ വെച്ച് തന്നെ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക ശൈഅൻ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വല്ലതും വേണ്ടെന്ന് വെച്ചാൽ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻ, എന്താണോ അവൻ വേണ്ടെന്ന് വെച്ചത് അതിനേക്കാൾ ഉന്നതമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സ്വഹാബാക്കളെ ചരിത്രം എടുത്തു നോക്കി. സ്വഹാബാക്കൾ സ്വന്തം നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലെ ഹിജ്റ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം കൊടുത്തു. എന്താണ്? സ്വർഗം പകരം കൊടുത്തു. ദുനിയാവിൽ അവർക്ക് കൊടുത്തത് എന്താ? അവർ പിന്നീട് ഓരോ നാടുകളുടെയും സുൽത്താൻമാരായിട്ടാണ് മാറിയത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഓരോ നാട് ഭരിച്ച ഭരണാധികാരികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റി. എന്താണ് അവർ ചെയ്തത്? ദുനിയാവിലൊരു പ്രയാസം വന്നപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി പല കാര്യങ്ങളും അവർ ഉപേക്ഷിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുതെ വിട്ടില്ല. ദുനിയാവിൽ വെച്ച് തന്നെ അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. പലപ്പോഴും നമ്മൾ ജോലിയൊക്കെ തരുമ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. ഇസ്ലാമികപരമായി നമുക്ക് നമ്മുടെ ജോലിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ നമ്മൾ അന്വേഷിക്കണം. അതിൻ്റെ പേരിൽ നമ്മൾ 1-2 ജോലികൾ വേണ്ടെന്ന് വെച്ചാലും ഭാവിയിൽ എന്താണോ നമ്മൾ വേണ്ടെന്ന് വെച്ചത് അതിനേക്കാൾ ഉന്നതമായ ഖൈറായ മറ്റൊരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് വളരെ വേഗത്തിലോടുന്ന കുതിരകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. വളരെ വേഗത്തിലോടുന്നു. ഇദ് ഉരിദ അലൈഹി ബിൽ അശിയ്യി സ്സാഫിനാത്തിൽ ജിയാദ്, സ്പീഡിൽ ചലിക്കുന്ന ഓടാൻ സാധിക്കുന്ന നല്ല മുന്തിയ തരം ഇനത്തിൽപ്പെട്ട കുതിരകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ കൊടുത്തു. എന്നിട്ടോ ആ കുതിരകളെങ്ങനെ റെഡിയാക്കുകയാണ്. ആ കുതിരകളുടെ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചിന്തിച്ച് ഒരു ദിവസത്തെ അള്ളാഹുവിന് കൊടുക്കേണ്ട ദിക്ർ, അപ്പോൾ നമസ്കാരം അറിയാതെ അശ്രദ്ധയിൽ പെട്ടുപോയി. അപ്പോൾ കുതിരയുടെ കാര്യത്തിൽ ഇങ്ങനെ മുഴുകിയപ്പോൾ, കുതിരകളുടെ കാര്യത്തിൽ ഇങ്ങനെ മുഴുകിയപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റിനെ മറന്നുപോയി. മുന്തിയ തരം ഇനം കുതിരകളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ആ കുതിരകൾ ഇതിലൊരു ഖൈറില്ല എന്ന് മനസ്സിലാക്കി. കാരണം എൻ്റെ റബ്ബിനെ ഓർക്കുന്നതിന് ഒരു തടസ്സം, ഒരു വക്ത് തടസ്സം ഈ കുതിരകൾ എനിക്ക് സൃഷ്ടിച്ചു എങ്കിൽ ഈ കുതിരകളെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ബലിയെടുക്കുകയാണ്. എല്ലാ കുതിരകളെയും അറുത്ത് കളഞ്ഞു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല, കുതിരകളുടെ പ്രത്യേകത എന്തെന്ന് അറിയോ? സ്പീഡിൽ ഓടും എന്നുള്ളതായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത മുഅ്ജിസത്ത് എന്താ? പിന്നീട് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കുതിരകൾ. കാറ്റിന് അതിന് ശേഷമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുക്കുന്നത്. റവാഹുഹ ഷഹ്റുൻ, ഒരു ദിവസം പകലിൻ്റെ സമയത്ത് 1 മാസത്തെ വഴിദൂരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിക്കും. ശേഷം ഉച്ച കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ പറഞ്ഞതാണ്, സഭയിൽ നമ്മൾ നല്ല രൂപത്തിൽ ചർച്ച ചെയ്തതാണ്. ശേഷം ഉച്ചയ്ക്ക് ശേഷം ഒക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും 1 മാസത്തെ വഴിദൂരം കാറ്റുമായി അദ്ദേഹത്തിനൊരു പരവതാനി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ എന്താണോ അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത്, എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് നൽകും. ചിലപ്പോൾ അത് ഈമാനികമായ ഒരു വളർച്ച ആവാം. ദുനിയാവിൽ വെച്ച് നമുക്ക് ഈമാനികമായ ഒരു ഉയർച്ചയും വളർച്ചയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയാണ്, വവഹബ്നാ ലഹു, സ്വന്തം നാട് ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടില്ല. വവഹബ്നാ ലഹു, വഹബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖലീക, സമ്മാനം കൊടുക്കുക, അഥവാ കൊടുക്കണേനാണ് പറയാം. പ്രദാനം ചെയ്തു എന്നൊക്കെയാണ് അതിൻ്റെ തനി മലയാളമായിക്കൊണ്ട് സാധാരണ പറയാറുള്ളത്. അപ്പോൾ വവഹബ്നാ ലഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ കൊടുത്തു ഇസ്ഹാഖ വ യാക്കൂബ. യാക്കൂബ് നബി ആരാണ്? ഇബ്രാഹിം നബിയുടെ മോന അതോ പേരക്കുട്ടിയാ? മോനല്ല, പിന്നെ പേരക്കുട്ടിയാണ്. അഥവാ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രനാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. വജഅൽനാ ഫീ ദുർരിയ്യതിഹി നുബുവത വൽ കിതാബ വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയ. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, വഇന്നഹു തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ ആഖിറതി, ആഖിറത്തിൽ ലമിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ പെട്ടവനായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവസാനിപ്പിക്കാം. ശേഷം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് തുടങ്ങുന്നത്. ആരാണ് ഈ ആയത്തൊന്ന് ഓതുക? ലാസ്റ്റത്തെ ആയത്ത്, വവഹബ്നാ ലഹു. മാഷാ അല്ലാഹ് തബാറക. ഇവിടെ ആ ആയത്തിലേക്ക് നോക്കി നിങ്ങൾ, വവഹബ്നാ ലഹു കഴിഞ്ഞിട്ടേ ഒരു വാവ് കണ്ട നിങ്ങൾ, എന്നിട്ടൊരു മദ് കണ്ട, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടണം. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാക്കൂബ. പിന്നെ നമ്മൾ ഇവിടെ പൊതുവേ നമ്മൾ ഞാനും ഒക്കെ ഓതുമ്പോൾ ഉള്ളൊരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, ദുരിയത്തിഹി നുബുവ, അവിടെ അന്നുബുവ എന്നാണ്, അലിഫ്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ ദുരിയത്തിഹി നുബുവ എന്ന് ഓതും. പക്ഷെ അവിടെ എങ്ങനെ ഓതണ്ടേ? ദുരിയത്തിഹി നുബുവ എന്ന് ഓതുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താം. ഇനി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് നമ്മൾ ഇനി
അടുത്തതായി തുടങ്ങുന്നത്. ഇപ്പം അതിൻ്റെ മുമ്പത്തെ ആയത്തിൽ ആതൈനാഹു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? മുഴുവൻ അർത്ഥം വരണം. ഒരു ജുംലയാണത്. നാം അവന് കൊടുത്തു. യാസീൻ. ഇനി നോക്കി അടുത്ത ആയത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൂത്തൻ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നാം അയച്ചു. ഇദ് ഖാല, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി, തൻ്റെ സമൂഹത്തോട്, ജനതയോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താണ് പറഞ്ഞത്? ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലതഅ്തൂന, എന്താണ് ലതഅ്തൂന, തീർച്ചയായും നിങ്ങൾ കൊണ്ടുവരുന്നു. തഅ്തൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരിക. യഅ്തൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ യഅ്തൂന, അവർ കൊണ്ടുവരിക എന്നതാണ്. അപ്പം ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ജനതയോട് പറയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു നിയോഗിച്ചു, പ്രവാചകനായിക്കൊണ്ട് നിയോഗിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലതഅ്തൂന, നിങ്ങൾ ചെയ്യുന്നു എന്നാണ് അർത്ഥം, അൽ ഫാഹിഷത, നീചമായ പ്രവൃത്തി, മോശം കാര്യമാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്നത്. മാ സബഖക്കും, നിങ്ങളെ മുൻകടന്നിട്ടില്ല, ബിഹ, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ അത് മുമ്പ് ആരും ചെയ്തിട്ടില്ല. അത്രയും മോശമായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. മിൻ അഹദിൻ മിനൽ ആലമീൻ, ലോകത്ത് തന്നെ ഇന്നേ വരെ ഒരാളും ചെയ്യാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം ജനതയോട് പറഞ്ഞു. എന്താണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അവർ ചെയ്യുന്ന തെറ്റ് പറയണം. അഇന്നകും ലതഅ്തൂന الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയുടെ പ്രശ്നം എന്തായിരുന്നു? ഈ ആയത്ത് പഠിക്കുമ്പോൾ എത്രമാത്രം തോന്നിവാസികളായിരുന്നു അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയണത്. 3 കാര്യങ്ങൾ. അവർ തെമ്മാടിത്തരം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ നാട്ടിലൂടെ ഒരാൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ പോലും സാധിക്കൂല. പോയി കഴിഞ്ഞാൽ കല്ലെടുത്തെറിഞ്ഞ് ഓല് എന്തിനു വേണ്ടിയിട്ടാണോ, എന്ത് കാര്യം, എന്ത് തോന്നിയാസം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആണുങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അതിനു വേണ്ടി ഒരു യാത്രക്കാരൻ അവരുടെ നാട്ടിലൂടെ പോയാൽ കല്ലെടുത്തെറിഞ്ഞ് വീഴ്ത്തുക, എന്നിട്ട് അയാൾ അതിനെ ഉപയോഗപ്പെടുത്തുക. എന്നിട്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ രാവിലെ ആയാലും എല്ലാവരും മീറ്റിംഗ് കൂടിയിട്ട് ഇത് പറയാം, ഓലിത് ചെയ്യുക. 2 ഓല നാട്ടുകൂടി, ഓല് പരിചയമില്ലാത്ത ഓല നാട്ടുകൂടി പോണ ആൾക്കാരെ, വഴിയാത്രക്കാരെ എറിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് ഇത് ചെയ്യുക. 3 ഇത് പരസ്യമായിട്ട് പറയാം. എത്രമാത്രം തോന്നിവാസമാണ് അവർ ചെയ്തതിൻ്റെ അങ്ങേ അറ്റം. നമ്മൾ ശരിക്കും ഈ ഒരു ആയത്തിൻ്റെ തഫ്സീർ നോക്കിയാലാണ് നമുക്ക് ബോധ്യപ്പെടുക. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അഇന്നകും ലതഅ്തൂന الرجال, എന്താണ് പറയുന്നത്? അഇന്നകും ലതഅ്തൂന الرجال വതഖ്തഊന السبيل. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അഇന്നകും, നിങ്ങളാണോ, ലതഅ്തൂന, നിങ്ങൾ ചെല്ലുകയാണോ, الرجال, പുരുഷന്മാരുടെ അടുത്തേക്കാണോ നിങ്ങൾ പോകുന്നത്, വതഖ്തഊന السبيل, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചൊരു സംവിധാനമുണ്ട്. എന്താണ്? ഒരു പുരുഷൻ സ്ത്രീയെ സമീപിക്കുക എന്നതാണ്. അത് വേണ്ടെന്ന് വെച്ച് മറ്റൊരു മാർഗമാണല്ലോ നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത് എന്നാണ് അതിൻ്റെ ഒരു വിശദീകരണം. എന്നാൽ അതാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത വിശദീകരണം. എന്നാൽ അധിക തഫ്സീറുകളും പറയുന്നത്, അതിൻ്റെ വിവക്ഷ എന്ന് പറയുന്നത്, അവരിലൂടെ ഇങ്ങനെ ഒരു യാത്രക്കാരൻ നടന്നു പോയാൽ തഖ്തഊന സബീല, അവരുടെ